കണ്ടോ? ഉമർ റളിയല്ലാഹു പലപ്പോഴും പറയുന്ന വർത്താനം തന്നെ എന്താണെന്നറിയോ? വദിത്തു അന്നീ ശഅവതൻ ഫീ സ്വദരി അബൂബക്കർ. അബൂബക്കർ തങ്ങളുടെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ സിദ്ദീഖുകൾ എന്തായാലും സ്വർഗ്ഗത്തേക്ക് പോകുമ്പോൾ ഉമർ ഒന്നും കഴിച്ചിലാവുമായിരുന്നല്ലോ. ഈ ഉമർ എങ്ങനെയാ സ്വന്തമായിട്ട് സ്വർഗ്ഗത്ത് പോകാം? ഈ മഹാന്മാരുടെ മുന്നിലേക്ക് നമ്മളിങ്ങനെ പോകാൻ മനുഷ്യന്മാരെ. എന്നാൽ ഇവരെല്ലാം നേതാവായി കൊണ്ട് നടക്കുന്ന സിദ്ദീഖുകളുടെ ലൈഫ് എങ്ങനെ? സിദ്ദീഖുകൾ മരങ്ങളൊക്കെ കണ്ടാൽ പറയത്രേ, ഈ മരത്തിന്റെ ഇലയോ ഇതിന്റെ കൊമ്പോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ആടോ മറ്റോ വന്നിട്ട് തിന്ന് പോകുമായിരുന്നല്ലോ. ആ മരത്തിന്റെ ഇലയെങ്ങാനും ആയിരുന്നാ മതിയേനു. ആഖിറത്തിൽ എന്നോട് ഹിസാബ്, അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബ് ഉണ്ടാവുമ്പോൾ ഞാനെന്ത് മറുപടി പറയാനാ? സിദ്ദീഖ് തങ്ങൾ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കരയും. എന്നിട്ട് അള്ളാഹിനോട് പറയും, എന്നെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാണ് നാട്ടുകാർ എന്നെ വലിയ ആളാക്കുന്നതും പുകഴ്ത്തുന്നതും. എന്റെ ഉള്ളു നിനക്കറിയാലോ, ഈ നാട്ടുകാർ എന്നെ നല്ലത് പറഞ്ഞു വെച്ചിട്ട് നീ എന്നെ ശിക്ഷിച്ചല്ലേ? എന്റെ ഉള്ളു എന്നെക്കാൾ നിനക്കറിയാലോ എന്റെ അവസ്ഥ. ഈ നാട്ടുകാർ പലതും എന്നെ നല്ല പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ഔലിയാക്കളുടെ ലീഡർ, ഔലിയാക്കളുടെ ക്യാപ്റ്റൻ. ആരായി സിദ്ദീഖ് തങ്ങൾ? സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇന്ന് ആരെങ്കിലും രോഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്ന് രോഗി ഉണ്ടോ എന്ന് മനസ്സിലായാലും എന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ ആരെങ്കിലും ജമാഅത്തിന് വരാത്തിട്ടുണ്ടെങ്കിൽ അവർ രോഗിയാണല്ലേ, നമുക്ക് കാണാൻ പോയാലോ എന്നുള്ള ചർച്ച എന്തായാലും നടക്കല്. അതിന്റെയൊക്കെ എത്രയോ മുമ്പാ ചോദിക്കുന്നത്. ഇന്ന് ആരെങ്കിലും രോഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ. ഇന്ന് ആരെങ്കിലും നോമ്പുണ്ടോ? തങ്ങളുടെ ചോദ്യം സിദ്ദീഖ് തങ്ങൾ. ഇന്ന് ആരെങ്കിലും ഒരു ജനാസന്റെ കൂടെ പോയിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ. ഇന്ന് ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഉമർലാനി ചോദിച്ചു, എപ്പോഴാ ചെയ്തത് സിദ്ദീഖ് തങ്ങൾ ഇതൊക്കെ? തോറ്റുപോയല്ലോ നിങ്ങളുടെ മുന്നിൽ. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ജയിക്കണം എന്ന് തോന്നിയാൽ നടക്കണില്ലല്ലോ. എന്നാണ് ഇതൊക്കെ ചെയ്തു തീർത്തത്? ഞാൻ ഇന്ന് സുബഹി കുറച്ച് നേരത്തെ ഇറങ്ങി. ഭാര്യ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു രോഗിയോട് കണ്ടുപോയിക്കോളി. ഒന്ന് അബ്ദുറഹ്മാൻ തങ്ങളെ കാണാൻ പോയപ്പോൾ 2 ബ്രെഡോ 10 തന്നിരുന്നു. എനിക്ക് ഓൾറെഡി നോമ്പുണ്ട് 2. ആ തന്ന പത്തിരി വഴിയോരത്ത് പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തു. വിശക്കുന്നൊക്കെ ഭക്ഷണം 3. അപ്പൊ ഒരു കുട്ടീന്റെ ജനാസ ബഖീലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. അതും കൂടി കഴിഞ്ഞിട്ടാണ് പള്ളിക്ക് വന്നത്. 4. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത ക്യാപ്റ്റൻ. ലോകത്ത് 360 നന്മയുണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിലെത്തുന്നു പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദ്യം, അഫി ഹസലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയേ? ചോദ്യം കണ്ട, എനിക്ക് എത്ര ഉണ്ടെന്നില്ല, എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാവണം, രക്ഷപ്പെടണം. അബൂബക്കറിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നബിയേ? തങ്ങളുടെ മറുപടി, മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ, മോനക്ക് 360 ഉണ്ട്. ഓ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരും കരയാണ്, ആഖിറത്ത് കരയാണ്. സിദ്ദീഖിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും സ്വന്തത്തിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ നിമിഷത്തിലും മുത്തുനബിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവൻ അതാണ്. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സ്വതക്ക ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എല്ലാവരും പലതും എടുത്തു വന്നു. ഓരോരുത്തരോട് ചോദിച്ചു, എന്താണുള്ളത്? വീട്ടിൽ ഇത്ര ബാക്കി വെച്ചിട്ട് തങ്ങൾക്ക് ബാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ വീട്ടിലുള്ളത്? ഒന്നുമില്ല. ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതന്നു. കണ്ടോ? സൗർ ഗുഹയിൽ കയറുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ തങ്ങൾ ഗുഹയുടെ പുറത്ത് കുറച്ച് സമയം ഇരിക്കാവോ? എന്താ കാരണം? ഗുഹന്റെ അകത്ത് വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിലോ, കടിക്കുന്ന വല്ല ജീവികൾ ഉണ്ടെങ്കിലോ, കുത്തുന്ന വല്ല ജീവികൾ ഉണ്ടെങ്കിലോ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ സിദ്ദീഖുകൾ. അപ്പൊ ആരൊരു ചോദ്യമില്ലേ, സിദ്ദീഖുകൾ ഒറ്റക്ക് കയറിയാല് ആ കുത്തുന്ന കടിക്കുന്ന ജീവി സിദ്ദീഖുകളെ കുത്തും കടിക്കുന്നൊക്കെ? അതിന് അബൂബക്കർ തങ്ങളെ മനസ്സിൽ അബൂബക്കർ തങ്ങൾ ഇല്ലല്ലോ. അബൂബക്കർ തങ്ങൾക്ക് മുത്തുനബിയല്ലേ മനസ്സിലുള്ളൂ, പിന്നെ ആരുണ്ടാവും? ആ ഗുഹ മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളെ ഉള്ളിലേക്ക് കയറ്റി. സിദ്ദീഖ് റളിയല്ലാഹു കാല് നീട്ടിയിട്ട് തങ്ങൾക്ക് തലയണയായിട്ട് കാല് വെച്ച് കൊടുത്തു. ആ കാലാണെങ്കിൽ എല്ലാ ദ്വാരങ്ങളും അടിച്ചിട്ട് ഒരു ദ്വാരം ബാക്കിയുണ്ട്. ആ ദ്വാരത്തിന്റെ നേരെയാണ് കാല് വെച്ചേക്കുന്നത്. പാമ്പ് കടി കിട്ടി. കാലാണ് വലിക്കേണ്ടത്, പക്ഷെ വലിയുന്നില്ല. കാരണം ലോകരാജാവിന്റെ തലയണ അനക്കാൻ